വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആൺകുട്ടികളുടെ ഉമ്മമാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് 24 ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. പള്ളിയിലേക്ക് പോയ പ്രായപൂർത്തിയാവാത്ത ഒരു ആൺകുട്ടിയെ ഒരാൾ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. ആ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച ആൾക്ക് കോടതി നല്ല ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശിക്ഷയാണ് ഇന്ന് 24-ൽ വന്നത്. അപ്പൊ ആൺകുട്ടികൾ സത്യത്തിൽ ഈ പെൺകുട്ടികളെക്കാൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത് കൗമാരക്കാരായ ആൺകുട്ടികളാണ്. പലപ്പോഴും ഈ ഒരു പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ശ്രദ്ധ അത്രത്തോളം ശ്രദ്ധ ആൺകുട്ടികളുടെ കാര്യത്തിൽ പല ഉമ്മമാരും കൊടുക്കാറില്ല. അവർക്ക് എവിടെന്നെങ്കിലും ലൈംഗികമായുള്ള പീഡനങ്ങളോ ചൂഷണങ്ങളോ ഉണ്ടായാൽ പോലും അവരത് പുറത്ത് പറയാൻ പോലും മടിക്കാണ്. കാരണം ഇതെങ്ങനെ പുറത്തു പറയാ? ഉമ്മാനോട് എങ്ങനെ പറയാ? പെൺകുട്ടികളാണെങ്കിൽ ആരാ നോക്കുന്നത്, ആരാ തൊടുന്നത്, ഇതൊക്കെ ഉമ്മമാരിങ്ങനെ നോക്കിയിട്ടും കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്തിട്ടും അവർക്കൊരു നല്ല സുരക്ഷിതത്വം ഒരുക്കാൻ പലപ്പോഴും ഉമ്മമാർ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു 90% ആൺകുട്ടികളും ഏറ്റവും അടുപ്പമുള്ള ആളിൽ നിന്നും, വിശ്വസ്തരായ ആളിൽ നിന്നും, അത് അധ്യാപകരാവാം, പല രീതിയിലും പ്രിയപ്പെട്ടവരാ, കസിൻസ് ആവാം, കുടുംബക്കാരാവാം, അവരിൽ നിന്നൊക്കെ ഈ ലൈംഗിക ചൂഷണങ്ങൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ അവർക്കത് പുറത്തു പറയാൻ പറ്റാതാവും. ഇത് പക്ഷെ വലുതായി കഴിഞ്ഞാൽ ഇത്തരം ചൂഷണം ചെയ്യുന്ന ഒരാളായിട്ട് ഇവരും മാറാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഈ സ്വവർഗ ലൈംഗികതയുടെ ആളായിട്ടല്ല. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു പീഡനങ്ങൾ അവരുടെ വലുപ്പത്തിൽ ഇത്തരം സ്വഭാവത്തിലേക്ക് വരാനും ഒരു തെറ്റായ ലൈംഗിക ചിന്ത ഉണ്ടാവാനും ഇടയാക്കും. കിതാബുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്രതുകൾ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള കൗമാരക്കാരായ ചെറിയ കുട്ടികളെ തൊടുന്നതോ അല്ലെങ്കിൽ അവരുമായുള്ള സഹവാസം പോലും പാടില്ല എന്ന് പോലും പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരോടൊക്കെ ഒരു ലൈംഗിക താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഏതായാലും നമ്മൾ ആ ഒരു ഇന്നലെ 24-ൽ വന്ന ആ ഒരു ന്യൂസ് ഒന്ന് കാണാം. പള്ളിയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ തൃശൂർ അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസയിലെ അധ്യാപകനും അന്തിക്കാട് ജുമാ മസ്ജിദിലെ മുഖ്യ പുരോഹിതനും ഖതീബുമായിരുന്ന ബഷീറിനെ ശിക്ഷിച്ച് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി. അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസയിലെ അധ്യാപകനും അന്തിക്കാട് ജുമാ മസ്ജിദിലെ മുഖ്യ പുരോഹിതനും ഖത്തീബുമായിരുന്ന കരൂപ്പടന സ്വദേശി കുഴിക്കണ്ടത്തിൽ ബഷീറിനെയാണ് കോടതി ശിക്ഷിച്ചത്. തൃശൂർ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ജയപ്രഭയാണ് ശിക്ഷ വിധിച്ചത്. അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥിയായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ 2022-ൽ രാത്രി നോമ്പ് നിസ്കാരത്തിന് പള്ളിയിലെത്തിയ സമയത്ത് പ്രതി തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അന്തിക്കാട് SI VM ബെനഡിക്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയത് CI അനീഷ് കരീമാണ്. കുറ്റകൃത്യത്തിന് ശേഷം മലപ്പുറം, കോഴിക്കോട്, മംഗലാപുരം, അജ്മീർ, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് പിടികൂടുന്നത്. സബ് ഇൻസ്പെക്ടർമാരായ ജയൻ VS, മുഹമ്മദ് അഷ്റഫ്, SI അസീസ്, രാജി OJ, SPOമാരായ ജീവൻ, സോണി സേവിയർ, CPO ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സുനിത, ഋഷികേശ് എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി SI വിജയശ്രീയും ഉണ്ടായിരുന്നു. വിവിധ വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും 33 വർഷം തടവും 4,50,000 രൂപയുമാണ് പിഴ. പിഴയടച്ചില്ലെങ്കിൽ 6 വർഷവും 2 മാസവും അധിക ശിക്ഷ അനുഭവിക്കണം. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വളരെ ഷോക്കിംഗ് ആണ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾ പിന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനാണ് ഒരാളുടെ തെറ്റുകൾ ഇങ്ങനെ പറയുന്നത്? തെറ്റുകൾ പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അങ്ങനെ തെറ്റുകൾ നല്ലത് മാത്രം പറയുന്നത് ദിനങ്ങൾ തെറ്റായിട്ട് കാണണ്ട. ഞാനീ പറയുന്നത് തെറ്റായിട്ട് കാണണ്ട. ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പവിത്രമായിട്ട് കരുതുന്ന ആളുകൾ കൂടി പോലും ഉണ്ട്. ഞാനൊക്കെ ഒരു ദർസിൽ പഠിച്ച ഒരാളാണ്. ഒരുപാട് ദുരനുഭവങ്ങൾ ഈ രീതിയിൽ അനുഭവിച്ച ഒരാളാണ്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവര്, വിശ്വസ്തരായിട്ട് കാണുന്ന ആളുകളിൽ നിന്ന് പോലും നിങ്ങൾ ദർസിൽ പഠിച്ച ഏതൊരാളോട് ചോദിച്ചാലും, വേണ്ട ഹോസ്റ്റലിൽ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും ഒരു 90% ആളുകൾക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവലുണ്ട്. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെ കണ്ണടച്ചിരുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പള്ളിയിലേക്കാവട്ടെ എവിടേക്കാവട്ടെ, നമ്മുടെ കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികളെ കൂട്ടുകൂടൽ ആരൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം. 2, പ്രായത്തിൽ കൂടിയ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത്തരം ചൂഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ രാത്രി നമ്മുടെ വീടുകളിലാണല്ലോ കിടക്കുക. കുടുംബ വീടുകളിലൊക്കെ വിരുന്ന് പോകുമ്പോൾ അവരാരുടെ കൂടെയാണ് രാത്രി സ്പെൻഡ് ചെയ്യുന്നത്? കുട്ടികൾക്ക് നമുക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഇത്തരം കുട്ടികൾ ഭാവിയിൽ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കാണലുണ്ടല്ലോ. ഏതെങ്കിലും മത അധ്യാപകർ ഞാൻ അവരെ ഉസ്താദ് എന്ന് വിളിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും, ഇവൻ എന്തിനു ഉസ്താദുമാരെ പറയണം? ഉസ്താദുമാരാരും മാസൂമിങ്ങളൊന്നുമല്ല.
ഇതൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ദർസിലെ ഉസ്താദൊക്കെ ചെയ്തതൊക്കെ ഇങ്ങനെ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. കാരണം ഇതറിയണം, രക്ഷിതാക്കൾ അറിയണം. നമ്മൾ മഹത്തുക്കളാണെന്ന് കരുതുന്ന പല ആളുകളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ കണ്ണീരോടുകൂടി വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഞാൻ പിന്നെ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കതിൽ വിശ്വസിക്കാനൊരു പ്രയാസമില്ല. കാരണം നമ്മൾ തന്നെ ചെറുപ്പത്തിൽ നമ്മുടെ കാലത്ത് ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിത് അറിയില്ല. നമ്മൾ ചെയ്യുന്ന ഉസ്താദ് പറയാണ്, ഉസ്താദെ രാത്രിയിൽ എൻ്റെ അടുത്ത് കിടക്കുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ഈ പാൻസ് ഇട്ടിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ, ഇവിടെ താഴെ പള്ളിയിൽ എൻ്റെ അടുത്ത് വന്ന് കിടന്നോ. ഞാനത് കേൾക്കുമ്പോൾ വിശ്വസിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്, അധ്യാപകനാണ്, ഉസ്താദാണ്. എന്നിട്ട് അതേ ആളിൽ നിന്ന് നമുക്ക് ആ പീഡന അനുഭവം ഉണ്ടാകുമ്പോഴോ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താവും? നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കത്ത് ചെയ്ത് ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വഴി പറഞ്ഞതായോ. നമ്മുടെ പ്രായം അന്ന് ആ പ്രായമാണ്, നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ സാധാരണ വരുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് പേര് നമുക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എനിക്ക് പലരും വിളിച്ചിട്ട് പറഞ്ഞു, സാറോ ഈ പെൺകുട്ടികളുടെ പീഡന കാര്യങ്ങൾ മാത്രമല്ല, ആൺകുട്ടികൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ അതുകൂടി പറഞ്ഞുകൂടെ എന്നുള്ളത്. ഒരു വെളുത്ത് കാണാൻ ഭംഗിയുള്ള, വെളുപ്പിനിപ്പോ വെളുപ്പിന് ഭംഗിയും കറുപ്പിന് ഭംഗിയില്ലായ്മ എന്നല്ല ഉദ്ദേശിച്ചത്, കാണാൻ ഭംഗിയുള്ള ഒരാളാണെങ്കിൽ ബസ്സിൽ കയറിയാൽ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ ഈ ഒരു അനുഭവങ്ങളും ഈ ബേർ ടച്ചിങ് ഒക്കെ കൃത്യമായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അത് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ ഈ സ്വഭാവമുണ്ട്. ഈ സ്വഭാവം എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഈ ചൂഷണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഉമ്മമാരെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കണം പോലെ ഈ വിഷയത്തിൽ ആൺകുട്ടികളെ കൂടി നമ്മൾ കൃത്യമായുള്ള അവയർനെസ് കൊടുക്കണം. അപ്പൊ അവരോട് പറയണം, ഇപ്പൊ നമ്മുടെ ആൺകുട്ടികളുടെ കയ്യിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, ബൈക്ക് ഉണ്ട്, എപ്പോഴും അവർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാണ്. അപ്പൊ എവിടെ നിന്നാണ് ഈ കാശ് കിട്ടുന്നത്? അപ്പൊ ഈ രീതിയിൽ പണം കൊടുക്കാനൊക്കെ ആളുകളുണ്ട്. ചില ഏരിയകളിൽ വലിയ ആളുകൾ ഇതിന്റെ ഗ്യാങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് നമുക്ക് ഇത്തരം കേസുകൾ പോലീസ് പിടിക്കപ്പെടുന്നതും ഇതിന്റെ ഉള്ളുകള്ളികളും ഇതിന്റെ മറ്റു വഴികളൊക്കെ കൃത്യമായിട്ട് അറിയാം. ചില കേന്ദ്രങ്ങളിൽ ഇത്തരം കുട്ടികൾ, ഇത്തരം വലിയ ആളുകളെ പോലും ആൺവേശികളായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതിനൊക്കെ ആളുകളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഈ ലോകത്ത് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത്തരം ഒരു കേസിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ നമ്മുടെ മക്കളുടെ ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതിന്റെ കണക്കുകൾ പ്രകാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കാൾ കൂടുതൽ നടക്കുന്നത് ആൺകുട്ടികൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളാണ്. പക്ഷെ പുറത്തേക്ക് വരുന്നത് പെൺകുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. കാരണം അതിന് മറ്റു പല ആൺകുട്ടികൾ അത് പുറത്ത് പറയാനിട്ടാണ്. പക്ഷെ ഈ അനുഭവിക്കുന്ന പീഡനമേൽക്കുന്ന കുട്ടികൾ പിന്നെന്താ ചെയ്യുക? ഓൻ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഓൻ്റെ ലൈഫ് തകരും, അല്ലെങ്കിൽ ഓൻ ഭാവിയിൽ എന്താവും, ശക്തിയാവും. കാരണം ഓൻക്ക് കുറച്ച് ഒരു മെജോറിറ്റി വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു പീഡനത്തിലേക്ക് അവൻ കടക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാനാ പലപ്പോഴും ഈ പിടിക്കപ്പെടുന്ന അധ്യാപകരൊക്കെ അവരുടെ ബാല്യത്തിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരായ ആളുകളാണ്, അല്ലാതെ അവരാരും ക്രിമിനലുകളായതുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ ചൂഷണങ്ങൾക്ക് വിധേയരായ ആള്, അതിന്റെ ഇരയായ ആളുകളാണ് പിന്നെ ഇങ്ങനെ വേട്ടക്കാരായിട്ട് മാറുന്നത്. ഇപ്പോ എന്നോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ പറയാം. അപ്പൊ ഞാൻ ഒരു 4 ദിവസം മുൻപ് ഒരു അധ്യാപകൻ ഇത്തരത്തിൽ ശിക്ഷിച്ചത് 60 വർഷം തടവ് ശിക്ഷ വിധിച്ചൊരു വാർത്ത കൊടുത്തപ്പോ അതിൽ ഇന്നെ പറയാത്ത ചീത്തയില്ല. നീ അതാണ് ഇതാണ്. ആ മനുഷ്യൻക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞേക്ക് വേറൊരു കേസിൽ ശിക്ഷ വിധിച്ചു, 80 വർഷത്തെ കഠിന തടവ്. ആ മനുഷ്യന് ജീവിതകാലം മുഴുവൻ ഇറങ്ങുമ്പോ എന്താണ്, അത് ഞങ്ങളുടെ ആൾക്കാരാകുമ്പോൾ തെറ്റ് ചെയ്യൂല, അത് ഞങ്ങളുടെ ആൾക്കാരാണ്, അപ്പൊ സ്വന്തം ആൾക്കാരൊന്നും തെറ്റ് ചെയ്യൂല എന്നൊരു വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങളുടെ തെറ്റൊന്നും പുറത്തു പറയരുത്. അങ്ങനെയാണെങ്കിൽ പത്രങ്ങളൊക്കെ ഇങ്ങനെ, സമസ്തക്ക് വരെ പത്രങ്ങളുണ്ട്, ആ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ തെറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പം ഇതൊക്കെ പറയുന്നത് ഒരു അവയർനെസ്സിനും അറിയാനും വേണ്ടിയല്ലേ. നമ്മൾ ഒരാളെയും അവഹേളിക്കാനൊന്നും അല്ല. നമ്മളിപ്പോഴും ആ മനുഷ്യന്റെ വാർത്തയിൽ വന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അങ്ങനെ ഒരാളെ അവഹേളിക്കാൻ, നമ്മുടെ മക്കൾ നാളെ ഇപ്പൊ എൻ്റെ മക്കളെ വലുതാവുണ്ട്, ഇങ്ങടെ മക്കളെ വലുതാവുണ്ട്, നമ്മുടെ മക്കൾക്കാണ് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിച്ച ഒരാളെ നിലക്ക് ഞാൻ ഇതിന് ഒരു നിലക്കും നമ്മൾ മൗനം പാലിക്കൂല. കാരണം ഇതിന്റെ വേദന, ഇതിന്റെ വിഷമം, ഇതിന്റെ പീഡനം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് പറയാൻ നമുക്കൊരു മടിയില്ല. കാരണം ഒരാൾക്കെങ്കിലും അത് ഉപകാരമാവട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന ആളിൽ നിന്ന്, നമ്മൾ കുടുംബമായിട്ട് കസിനാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തുന്ന ആളുകളിൽ നിന്നാണ് ഇതുണ്ടാവുക. അതുണ്ടായി കഴിയുമ്പോൾ നമ്മളാകെ മെന്റലി നമ്മൾ തളരും. ഒരു പെൺകുട്ടിയാണെങ്കിൽ വിളിച്ചു പറയാതെങ്കിലും കരുതാം. അപ്പൊ കൃത്യമായിട്ട് ഉമ്മമാരെ മനസ്സിലാക്കുക. മക്കൾ പള്ളിക്ക് പോകുമ്പോൾ ആരായിട്ടാണ് കൂട്ട്, കൃത്യമായിട്ട് അവർ തറാവീഹിന് പള്ളിക്ക് പോകുമ്പോൾ പള്ളിക്ക് തന്നെ എത്തുന്നുണ്ടോ, അതോ വഴിക്കിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനത്തെ വിത്തറിന് മാത്രം എത്തുന്നത്, വിത്തറിനെങ്കിൽ സന്തോഷം. അപ്പൊ കുട്ടികൾക്ക് ഈ കല്യാണം വരുമ്പോൾ, മറ്റു അവസരങ്ങൾ വരുമ്പോൾ ഇതൊക്കെയാണ് ഇതിനൊക്കെ സാധ്യത കൂടുന്നത്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഇതൊന്നും വേണ്ടാന്നല്ല കേട്ടോ, ഇതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇതിനൊക്കെ കുട്ടികൾക്ക് അവയർനെസ് കൊടുത്താൽ മതി.
കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോൾ കുട്ടികളോട് എപ്പോഴും തുറന്ന് സംസാരിക്കുക. ഇത്തരം ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളെ ഹോസ്റ്റലിലേക്ക് പോകാൻ തയ്യാറാവണം, ഇല്ല ദർസിക്ക് പോകാൻ തയ്യാറാവണം, ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കൊടുത്തിട്ട് അവർക്ക് കൃത്യമായുള്ള പരിഹാര മാർഗ്ഗങ്ങളും നിയമ നടപടികളും എടുക്കുക. അപ്പം നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുത്താതിരിക്കട്ടെ. എന്നോട് വിയോജിക്കുന്ന ആൾക്ക് വിയോജിക്കാം, പക്ഷേ ഇത്തരം തമ്മാടികളെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ അത്തരം ആളുകളെ തുറന്നു കാട്ടാതിരിക്കാനോ എനിക്ക് പറ്റില്ല. ഒരാളെങ്കിലും നന്നായാൽ, ഒരു ആൺകുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ബോധവാന്മാരായാൽ അതിനോളം വലിയ നന്മ വേറെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.